വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ എംബ്രോയിഡറി ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറേ മുമ്പ് ഹെയർ സ്റ്റൈൽ എംബ്രോയിഡറിയുടെ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഇത്ര ഈസി ഉള്ളൊരു സ്റ്റിച്ചിങ് അല്ല, എന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പിക്ചറാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൽ ഞാൻ ഹെയർ ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി ഡ്രസ്സൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യാം. 6 സ്റ്റാൻസിൽ ബ്രൗൺ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ട ഹെയറിൻ്റെ കളർ അനുസരിച്ച് ത്രെഡ് എടുക്കാം. ഹെയർ ബണ്ടിൻ്റെ മുകളിൽ സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിഡിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം. മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റിച്ചിൻ്റെ ഡയറക്ഷൻ നമുക്ക് മാറിപ്പോവില്ല. ബണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഡബിൾ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ത്രെഡ് കൊണ്ട് ചെയ്യാം. ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഫ്രഞ്ച് നോട്ടാണ് ഞാൻ കൊടുക്കുന്നത്. സ്റ്റിച്ചുകളൊന്നും ഒട്ടും അറിയാത്തവരാണെങ്കിലും വീഡിയോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ എംബ്രോയ്ഡറി സ്റ്റിച്ചുകളെ പറ്റിയിട്ട് കൂടുതൽ അറിയാമെന്നുള്ളവർക്ക് ഞാൻ കുറേ മുമ്പ് എംബ്രോയ്ഡറി സ്റ്റിച്ചുകളെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അതൊക്കെ കണ്ടു നോക്കിയാൽ മതി. നീഡിലിൽ 2 തവണയാണ് നൂലിങ്ങനെ ചുറ്റി കൊടുക്കുന്നത്, എന്നിട്ടാണ് താഴേക്ക് വലിക്കുന്നത്. അങ്ങനെ ഈ ഒരു ബണ്ണ് ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. ഇനി ബാക്കിയുള്ള ഈ പാർട്ട് കൂടി ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഒരു ഈ ഭാഗം ചെയ്തെടുക്കുന്നത്. ബ്ലാക്ക് കളറിൽ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് വെച്ചിട്ടാണ് ഈ ഷോൾഡർ ചെയ്യുന്നത്. ഷോൾഡറിന് ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.